ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. NF കണ്ണൂർ കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് ശർക്കര ജിലേബി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വെറും രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ശർക്കര ജിലേബി തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് തന്നെയാണ്. സ്വീറ്റ് ആയതുകൊണ്ട് തന്നെ അവർക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഈ ശർക്കര ജിലേബി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഉഴുന്ന് പരിപ്പ് 6 മണിക്കൂർ മുമ്പ് ഞാൻ കുതിർത്തി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയെടുത്ത ഉഴുന്ന് പരിപ്പ് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാൻ അരച്ചിരിക്കുന്നത്. ഇത്രയും തിക്നെസ്സിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അധികം ലൂസായി പോവരുത്. ലൂസായി പോയി കഴിഞ്ഞാൽ നമ്മൾ ജിലേബി ശരിയായിട്ട് വരില്ല. അപ്പോൾ ഇത്രയും തിക്നെസ്സിൽ അരച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി മനസ്സിലാവുന്നില്ലെങ്കിൽ ഒരു ബൗളിലോട്ട് അല്പം വെള്ളം എടുത്തതിന് ശേഷം ഒരു തുള്ളി ബാറ്റർ അതിലോട്ട് ഊറ്റിച്ച് കൊടുക്കുക. അപ്പോൾ ബാറ്റർ മുകളിൽ പൊങ്ങിക്കിടക്കുകയാണെങ്കിൽ, വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കുകയാണെങ്കിൽ അത് ശരിയായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. ഇനി വെള്ളത്തിൽ മുങ്ങി നിൽക്കുകയാണെങ്കിൽ ശരിക്കും ഈ ബാറ്റർ മൊതിഞ്ഞിട്ടില്ല, നന്നായിട്ട് അരഞ്ഞിട്ടില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. ഒന്നുകൂടി ഒന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുത്താൽ മതി, അപ്പോൾ ശരിയായിക്കോളും. അതിനുശേഷം ബൗളിലിട്ടിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. എന്തിനാണെന്ന് വെച്ചാൽ എയറൊക്കെ കടക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റാം. നിങ്ങളുടെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ വിഷമിക്കൊന്നും ചെയ്യേണ്ട. ഒരു ഓയിലിൻ്റെ കവർ എടുത്തതിന് ശേഷം അതിലോട്ട് ബാറ്റർ നിറക്കുക. എന്നിട്ട് ഒരു സൈഡ് വശം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഞാൻ പൈപ്പിംഗ് ബാഗ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റാണ്. വെറും 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഒന്ന് ഉഴുന്ന് പരിപ്പും അതുപോലെ ഒന്ന് ശർക്കരയാണ്. അപ്പോൾ ഈ മുഴുവൻ ബാറ്ററും ഞാൻ പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഞാൻ അല്പം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ട് മാത്രമാണ് ഇന്ന് ഞാൻ ഈ ജിലേബി തയ്യാറാക്കുന്നത്. ഇതിനു മുമ്പ് 2-3 തവണ ഞാൻ തയ്യാറാക്കിയപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ട് ഇന്ന് ഞാൻ കുറച്ച് മാത്രം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ബാറ്റർ മുഴുവനും ഞാൻ പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കര പാനിയാണ്. 3 അച്ച് ശർക്കര ഞാൻ മെൽറ്റ് ചെയ്തിട്ട് അരിച്ചിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ അടുപ്പിൽ തന്നെ അത് വെക്കണം. നല്ല ചൂടോടുകൂടി വേണം നമുക്ക് ശർക്കര പാനി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ജിലേബി തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ചൂടായ പാനിലോട്ട് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ബാറ്റർ നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ആദ്യമൊന്നും പെർഫെക്റ്റായിട്ട് വരില്ലെങ്കിലും 2-3 തവണ ഇതുപോലെ ചെയ്യുമ്പോൾ ശരിക്കായിക്കോളും. എനിക്ക് ആദ്യമൊക്കെ പൊട്ടി പോക്കായിരുന്നു. ഇപ്പോഴാണ് കുറച്ച് ശരിയായി വന്നത്. ഇനി ഇത് നമ്മൾ തയ്യാറാക്കും തോറും പെർഫെക്റ്റായിട്ട് വന്നോളും. അപ്പോൾ മുഴുവൻ ജിലേബിയും നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഓയിലിൽ ഇത് പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. ഒട്ടും കനയില്ലാത്ത വസ്തുവാണ് ഈ ഉഴുന്ന് പരിപ്പെന്ന് പറയുന്നത്. അരച്ച് കഴിഞ്ഞാൽ ഒട്ടും കനമുണ്ടാവില്ല. അപ്പോൾ അതിന് എയർ കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പൂൺ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നത്. ഇനി ഇത് നമുക്ക് ഒരു വശം ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇനി നിങ്ങൾക്ക് കളറ് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഫുഡ് കളറും ആഡ് ചെയ്യാം. യെല്ലോ കളറോ റെഡ് കളറോ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ആഡ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ശർക്കരയിലോട്ടാണ് ഇത് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് യെല്ലോ കളറായിട്ടുള്ള ജിലേബി തന്നെ കിട്ടിക്കോളും. അപ്പോൾ ഇതിലോട്ട് കളറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ നന്നായിട്ടൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കിത് ഓയിലിൽ നിന്നും കോരിയിട്ട് ചൂടോടുകൂടി തന്നെ ഈ ശർക്കര പാനിയിലോട്ട് ഇട്ട് കൊടുക്കാം.
ഇനി മുഴുവനും ഈ ശർക്കര പാനിയിൽ ഒരു 2 മിനിറ്റ് ഇതുപോലെ കിടക്കട്ടെ. ഇടയ്ക്കിടെ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അതിനുശേഷം 2 മിനിറ്റിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. കണ്ടോ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഇത് നല്ല യെല്ലോ കളറായിട്ട് വന്നിട്ടുണ്ട്. ശർക്കരയിൽ ഇടുമ്പോൾ തന്നെ ഇതിന് നന്നായിട്ട് കളറ് കിട്ടിക്കോളും. ഇനി കറുത്ത കളറിലുള്ള ശർക്കരയാണെങ്കിൽ ഒരു മെറൂൺ കളറിലായിരിക്കും നമുക്ക് ഈ ജിലേബി കിട്ടുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ജിലേബി തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ജിലേബിയുടെ കളർ തന്നെയാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസി ആയിട്ടുള്ള ജിലേബി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് ആ കുഞ്ഞു ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത ശേഷം മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ ഇനിയും നല്ല നല്ല റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.